ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ITI യോഗ്യതയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രണ്ട് പരീക്ഷകളാണ് റെയിൽവേയിലുള്ളത്. ഒന്ന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം, മറ്റൊന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം. ഞാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള പരീക്ഷകളുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെയും സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പരീക്ഷകളുടെയും ടയർ 1, പ്രത്യേകിച്ച് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് ഒറ്റ ടയറേ ഉള്ളൂ. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് 2 ടയർ ഉണ്ട്, അതിനുശേഷം ഒരു സൈക്കോമെട്രി ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിലെ ആ ഫസ്റ്റ് ടയർ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക, എന്താണ് അതിൻ്റെ സാധ്യതകൾ, എന്താണ് നമ്മൾ അതിനെ ഒരുമിച്ച് പഠിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും പോകുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമും ടെക്നീഷ്യൻ ഗ്രേഡ് 3യും എങ്ങനെ ഒരുമിച്ച് പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ CBT 1 എന്തൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്? മാത്സ് പഠിക്കാനുണ്ട്, മെന്റൽ എബിലിറ്റി പഠിക്കാനുണ്ട്, സയൻസ് പഠിക്കാനുണ്ട്. ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ നമുക്ക് GK കൂടെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ALPയിൽ എന്ത് മാത്രമേ ഉള്ളൂ, നമുക്ക് മാത്സും റീസണിങ്ങും സയൻസും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വ്യത്യാസം എന്താണ്? റെയിൽവേ കണ്ടക്ട് ചെയ്യുന്ന മറ്റ് പരീക്ഷകളെ അപേക്ഷിച്ച് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിന്റെ പരീക്ഷയാണ്. 60 മിനിറ്റ്, 75 ചോദ്യങ്ങളാണ്. മറ്റെല്ലാ പരീക്ഷകളും നമുക്ക് 1.5 മണിക്കൂറാണ്. 90 മിനിറ്റ്, 100 ചോദ്യങ്ങളുമാണ് മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും തന്നെ ഉള്ളത്. ലോക്കോ പൈലറ്റിന്റെ CBT 1 മാത്രം നമുക്ക് എന്താണുള്ളത്? 1 മണിക്കൂറിന്റെ പരീക്ഷയും 75 ചോദ്യങ്ങളുമാണ് നമുക്കുള്ളത്. ഇവിടെ പഠിക്കാനുള്ളത് മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ആൻഡ് സയൻസും നമുക്ക് പഠിക്കാനുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 അതിന്റെ സിംഗിൾ സ്റ്റേജ് എക്സാം ആണ്. അതിന്റെ CBT നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? മാത്സ് പഠിക്കാനുണ്ട്, റീസണിംഗ് പഠിക്കാനുണ്ട്, സയൻസ് പഠിക്കാനുണ്ട്, അവിടെ GK കൂടെ പഠിക്കാനുണ്ട്. അവിടെ 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, 90 മിനിറ്റ്, അഥവാ 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ് നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഈ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, ഇപ്പോൾ പഠിക്കാനുള്ള ടോപ്പിക്സ്, ഹെഡുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി. സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ALP CBT 1 നമ്മൾ മാത്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 മാത്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ് കണ്ടു. ഇത് മൂന്നും നമുക്ക് ഈ രണ്ട് പരീക്ഷകൾക്ക്, അതായത് ALPക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിനും ഇത് മൂന്നും പഠിക്കാനുണ്ട്. അത് ഒരേ സിലബസ് തന്നെയാണ് പഠിക്കാനുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് പഠിക്കാനുള്ള മാത്സ് തന്നെയാണ് ALPയുടെയും, അത് തന്നെയാണ് റീസണിങ്ങിന്റെ അവസ്ഥയും, അത് തന്നെയാണ് സയൻസിന്റെ അവസ്ഥയും. ഗ്രേഡ് 3ക്ക് എന്തുകൂടെ അധികമായിട്ടുണ്ട്? ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടെ അധികമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗമാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പഠിക്കുന്ന കുട്ടികൾ കുറച്ചുകൂടെ കൂടുതൽ പഠിക്കേണ്ടത്. അപ്പോൾ ലോക്കോ പൈലറ്റ് എക്സാമും ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമും കൂടെ ഒരുമിച്ച് പഠിക്കുന്ന ITI ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാത്സ്, റീസണിങ് ആൻഡ് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ALPയുടെ സിലബസ് കഴിഞ്ഞു. അതിന്റെ പുറത്ത് നിങ്ങൾ എന്തുകൂടെ പഠിച്ചാൽ മതി? GK കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന്റെ കാര്യവും എന്തായി? സേഫായി. അപ്പോൾ പ്രത്യേകിച്ച് ഫിറ്റർ പോലെയുള്ള ട്രേഡുകളിലുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് 2 പരീക്ഷ എഴുതാൻ പറ്റുന്നവരാണ്. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഓൾറെഡി വേറെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 പരീക്ഷയുടെയും റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ലോക്കോ പൈലറ്റ് എക്സാമിന്റെ മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന മാത്സും ഈ കാണുന്ന റീസണിങ്ങും തന്നെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ടയറിലും പഠിക്കാനുള്ളത്. അതിന് പുറത്തൊരു ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നൊരു പോർഷൻ കൂടെയാണ് നിങ്ങൾക്ക് CBT 2 ALPയിൽ പഠിക്കാനുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് എന്തില്ല? ടയർ 2 ഇല്ല. ഫസ്റ്റ് സ്റ്റേജ് എക്സാം ആണ്, സിംഗിൾ സ്റ്റേജ് എക്സാം ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നു എന്നർത്ഥം. ഓക്കെ, ഇനി ഇതെങ്ങനെ വേണം പഠിക്കാൻ? അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് പറയുമ്പോൾ പല കുട്ടികൾക്കും ഒരു മുഷ്ടിലാണ്. നോട്ടിഫിക്കേഷൻ ഇട്ട് 4 മാസത്തിനുള്ളിൽ പരീക്ഷ, അങ്ങനെ അത്രയും പെട്ടെന്ന് പരീക്ഷ നടക്കില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ 2024, 25 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷങ്ങളിലെയും നോട്ടിഫിക്കേഷൻസും അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ള പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഏറ്റവും വേഗം എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ള ടൈം, അത് ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്കായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് അങ്ങനെ നടന്ന ഒരു ചരിത്രം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മുൻഗണന വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാതൃകയെ ബെഞ്ച് മാർക്കാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പഠനം ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഇതിന് മുന്നേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നോട്ടിഫിക്കേഷൻ ഇട്ട് 4-ാം മാസം അവർ ടയർ 1 എക്സാം അനൗൺസ് ചെയ്യുകയും എക്സാം കണ്ടക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് RRB. അപ്പോൾ നമ്മുടെ മുന്നിൽ RRB നോട്ടിഫിക്കേഷൻ ഇട്ട് 4 മാസത്തിനുള്ളിൽ എക്സാം കണ്ടക്ട് ചെയ്ത ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 4 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ, റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സജ്ജമാക്കണം, അല്ലെങ്കിൽ അതിന് തയ്യാറാക്കണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എൻറ്റയർ സ്റ്റഡി പ്ലാൻ നിങ്ങൾ 120 ദിവസമാക്കി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു 2/3 ഭാഗം കൊണ്ട് നിങ്ങൾ എന്ത് കവർ ചെയ്തിരിക്കണം? ALP സിലബസിൻ്റെ മാത്സ്, റീസണിങ്, സയൻസ് തുടങ്ങിയ വിഷയങ്ങളുടെ പഠനവും അതിൻ്റെ റിവിഷനും നിങ്ങൾ തീർത്തിരിക്കണം.
അതിനുശേഷമുള്ള സമയം ജനറൽ അവയർനെസ്സിന് വേണ്ടിയും മേൽപ്പറഞ്ഞ ALP സിലബസിന്റെ കംപ്ലീറ്റ് റിവിഷന് വേണ്ടിയും മാറ്റിവെക്കുക. ഈ രീതിയിൽ നിങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമും ALP എക്സാമും ഒരുമിച്ച് പഠിക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന്റെ സിലബസ് പ്രകാരം ആദ്യമേ ഒരു പ്ലാൻ അങ്ങ് തന്ന് അത് പ്രകാരം നിങ്ങൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പഠിച്ചാൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ALP കവർ ആയിക്കോളും എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. പറയാൻ എളുപ്പമാണ്, പ്രാക്ടിക്കൽ അല്ല. എന്താണ് അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട്? ALP എക്സാമാണ് ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പഠിക്കുന്ന ഒരു കുട്ടി തുടക്കം തൊട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് GK പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ ആ രീതിയിലൊരു സ്ട്രാറ്റജി നമുക്ക് ALPക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ALPയും ടെക്നീഷ്യൻ ഗ്രേഡ് 3യും ഒരുമിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ALPയുടെ എൻ്റയർ സിലബസ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ALP എക്സാമിന് മുന്നേ ALPയുടെ എൻ്റയർ സിലബസ് കവർ ചെയ്ത് അതിന്റെ റിവിഷൻ പക്കയാക്കി വെക്കണം. അതിനുശേഷം വേണം ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ആഡ് ഓൺ ആയിട്ടുള്ള നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെയിലേക്ക് നിങ്ങൾ കടക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു 120 ഡേയ്സിന്റെ പ്ലാൻ, ഇത് നമ്മുടെ ഈ പ്ലാൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കും പഠിക്കാൻ പറ്റില്ല. ഈ പ്ലാൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ALPക്ക് മാത്രമായിട്ടും പഠിക്കാൻ പറ്റില്ല. ALPയും ടെക്നീഷ്യൻ ഗ്രേഡ് 3യും കൂടെ ഒരുമിച്ച് നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ALPയുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലും അതിന്റെ റിവിഷൻ ഫോക്കസ് ചെയ്യുന്ന രീതിയിലും പഠിക്കുക. അതിനുശേഷം GKക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുക. ഇനി ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ALP അതുപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 CBT 1ന്റെ ഒരു കോംബോ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബാച്ചിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഈ ബാച്ച് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാച്ചിന്റെ ഒരു ഫോൾഡർ സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. കോഴ്സ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ നിങ്ങൾക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കും. എന്താണ് ഈ കോഴ്സ് അപ്ഡേറ്റ്സിനകത്ത് വരുന്നത്? ഈ കോഴ്സ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ALP എക്സാമുമായിട്ട് ബന്ധപ്പെട്ടോ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമുമായിട്ട് ബന്ധപ്പെട്ടോ പൊതുവിൽ RRBയുടെ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. അതുപോലെ തന്നെ ഇത് സ്കോറിന്റെ ഭാഗമായിട്ട് സ്കോർ അക്കാഡമി ഇപ്പം എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് ഈ കോഴ്സ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. അപ്പോൾ അത് ആണ് ഒന്നാമത്തെ ഫോൾഡറിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ഫോൾഡറിനകത്ത് നമ്മൾ കോഴ്സ് ഷെഡ്യൂൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കോഴ്സ് ഷെഡ്യൂളിനകത്ത് നമ്മൾ കോഴ്സിന്റെ സ്ട്രക്ചർ, എൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ കാണാനായിട്ട് സാധിക്കും. ഈ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ 120 ഡേയ്സിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 120 ഡേയ്സിന്റെ പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് ഈ പറയുന്ന ALP CBT 1ഉം ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ CBTയും കൂടെ ഒരുമിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ക്ലാസ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഫോൾഡർ ഉണ്ട്. അതെന്താണ്? സപ്പോസ് നമ്മൾ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളെ ആ പ്ലാൻ പ്രകാരം പഠിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്ലാൻ പ്രകാരം കുട്ടികളെ പഠിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സപ്പോസ് ചില കുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു പ്ലാൻ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ള കുട്ടികളാണ്, അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫോൾഡർ മാത്രം നോക്കിയാൽ മതി. ഈ ക്ലാസ് വീഡിയോസിനകത്ത് കയറി ഇതിനകത്ത് കാണുന്ന മാത്സിന്റെ ഫോൾഡർ, റീസണിങ്ങിന്റെ ഫോൾഡർ, സയൻസിന്റെ ഫോൾഡർ, GKയുടെ ഫോൾഡർ എല്ലാം കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണേണ്ട കണ്ടന്റുകൾ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ് കണ്ട് മാത്രം പഠിക്കേണ്ടവർക്ക് അങ്ങനെയും പഠിക്കാം. നമ്മുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെയും ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി എക്സാംസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നിങ്ങൾക്ക് ടെസ്റ്റുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും? ടോപ്പിക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്താണ് ടോപ്പിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ മാത്സിനകത്ത് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അതിന്റെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും അടുത്തത്? സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മാത്സിന്റെ ഒരു 4-5 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു പാർട്ടായിട്ട് നമുക്ക് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്ട് ഫുൾ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണും. എന്താണ് സബ്ജക്ട് ഫുൾ ടെസ്റ്റ്? മാത്സിന്റെ ഒരു ഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഫുൾ ടെസ്റ്റ് ആണ്. റീസണിങ്ങിന്റെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഫുൾ ടെസ്റ്റ് ആണ്. മൾട്ടിപ്പിൾ സബ്ജക്ട് ഫുൾ ടെസ്റ്റ് കാണും ആൻഡ് മൾട്ടിപ്പിൾ സബ്ജക്ട് പാർട്ട് ടെസ്റ്റും കാണും. മാത്സിന്റെ ആദ്യത്തെ 5 ടോപ്പിക്കും റീസണിങ്ങിന്റെ ആദ്യത്തെ 5 ടോപ്പിക്കും കൂടെ ചേർത്തിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് ആണ്. മാത്സിന്റെ എൻ്റയർ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ചോദ്യങ്ങളും റീസണിങ്ങിന്റെ എൻ്റയർ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളും വെച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ സബ്ജക്ട് ഫുൾ ടെസ്റ്റ് ആണ്. ഇതിന്റെ പുറത്ത് മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകൾ എക്സാമിന്റെ സമയത്തായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുവരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇത്രയും ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ടെസ്റ്റുകൾ അതിനകത്തും അവൈലബിൾ ആയിരിക്കും. ആഡ് ഓൺസ് നമ്മൾ പുതിയതായിട്ട് ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിയിൽ ഇടയിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും.
RRB തന്നെ വേറെ ഏതെങ്കിലും പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിലബസ് കോമൺ ആയിട്ടുള്ള എക്സാംസ് ആയിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനോ അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനോ സയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ഓൺ എന്ന് പറയുന്ന ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്കോറിനെ പറ്റി അറിയുന്നതിന് സ്കോറിൻ്റെ മറ്റ് റിസൾട്ടുകളും കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുന്ന നോ അബൌട്ട് സ്കോർ എന്ന് പറയുന്ന ഫോൾഡറും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പോർട്ടൽ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റഡി പ്ലാൻ ഫോക്കസ് കൊടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കാത്തിരിക്കുന്നത് 120 ഡേയ്സിൻ്റെ ഒരു ഫോൾഡറാണ്. സ്റ്റഡി പ്ലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 120 ഡേയ്സിൻ്റെ ഒരു ഫോൾഡർ കാണാനായിട്ട് പറ്റും. ആ ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4, വീക്ക് 5 എന്നിങ്ങനെ വീക്ക് 17 വരെ 17 ആഴ്ചകൾ 120 ദിവസം കവർ ചെയ്യുന്ന രീതിയിൽ 17 ആഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൾഡർ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ആഴ്ചയിൽ ഇനിയിപ്പോൾ വീക്ക് 1 എടുക്കുകയാണെങ്കിൽ വീക്ക് 1ൽ കാണേണ്ട ക്ലാസിന്റെ ലിസ്റ്റുകളും ടെസ്റ്റിന്റെ ലിസ്റ്റുകളും ഉൾപ്പെടുന്ന ഒരു ഫോൾഡറാണ് ഈ ക്ലാസ് ആൻഡ് ടെസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വീക്ക് 1ൽ കാണേണ്ട ക്ലാസ്സുകൾ എന്താണെന്നുള്ളത് വൃത്തിയായിട്ട് ആ ക്ലാസ് വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ക്ലാസ് വീഡിയോസിന്റെ ഫോൾഡർ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ആഴ്ചയിൽ നിങ്ങൾ കാണേണ്ട മാത്സിന്റെ ക്ലാസ്സുകൾ, റീസണിങ്ങിന്റെ ക്ലാസ്സുകൾ, ജനറൽ സയൻസിന്റെ ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കോഴ്സിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻറ്റയർ ഈ 120 ഡേയ്സിൻ്റെയും പ്ലാൻ അതിനകത്ത് അവൈലബിൾ ആണ്. ഡേ 1 തൊട്ട് ഡേ 120 വരെ എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ ലിസ്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ITI ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ്ണ അവസരമാണ് ഈ പറയുന്ന വർഷം കൈവന്നിരിക്കുന്നത്. എല്ലാ വർഷവും നിങ്ങൾക്ക് ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ALP എക്സാമും ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമും. പലരും ഈ അവസരം മനസ്സിലാക്കാറില്ല. ഇതിന്റെ പുറകെ തന്നെ വരുന്ന ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ALP പഠിച്ച് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പഠിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഡി കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഗ്രൂപ്പ് ഡിക്കും സിമിലർ സിലബസ് തന്നെയാണ്. അപ്പോൾ ഈ സിലബസ് തന്നെയാണ് മിക്കവാറും ഈ പറയുന്ന ITI ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ അറ്റൻഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയിലും ഒരേ സിലബസ് തന്നെയാണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ സിലബസ് കൃത്യമായ അടക്കം ചിട്ടയോടും കൂടെ നിശ്ചിത സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു ജോലിയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മളൊരു കോഴ്സിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഒരു കോഴ്സ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പ്ലാൻ പ്രകാരം ഉഷാറായിട്ട് പഠിച്ച് ഈ വർഷം തന്നെ ജോലിയിൽ കയറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.